ഈ വീട് തന്നെയായിട്ടിരിക്കുന്ന ഒരു 15 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്താണ് വീട് തന്നെ ഇരിക്കുന്നത്. പറ്റാത്ത കിണർ വെള്ളമുണ്ട്. ടാറിങ് പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് സൈഡാണ്. അത്യാവശ്യം കപ്പയും കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന ഒരു ചെറിയ വർക്ക് 20 ചെറിയ വീടുണ്ട്. പട്ടിക്കൂടുണ്ട്, മറ്റെല്ലാ സൗകര്യമുണ്ട്. വെള്ളം പറ്റത്തില്ല, വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. ഏകദേശം ഈ തൊട്ടി വരെയുണ്ട്. ഇതിങ്ങനെ നേരെ കിടക്കുന്നതാണ്. ഈ ഒരു ഭാഗം വരെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ കയ്യാറിൽ ഇങ്ങനെ വരുന്നതാണ്. സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നവർക്ക്, ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു ഇതാണ്. കുറച്ച് റബ്ബറും കുറച്ച് വീടുമായിട്ട് നിൽക്കുന്നതാണ്. കോട്ടയം മീനടം പാപ്പാടി റോഡിൽ നിന്നും 100 മീറ്റർ മാറുമ്പോഴത്തേക്ക് ഒരു 67 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് 2100 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഒരു വിഷ്വലാണ് ഈ കാണുന്നത്. 13 വർഷം പഴക്കമുള്ളൊരു വീടാണ്. കിഴക്കോട്ട് ദർശനത്തിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇരിക്കുന്നത്. കിഴക്ക് ദർശനത്തിൻ്റെ വീട് പണിതാണ്. 3 മുറിയുള്ളൊരു വീടാണ്. ഒരു അറ്റാച്ച്ഡ് ഒരു കോമണും കുറച്ച് ഉള്ള വിശാലമായ ഹാളും വിശാലമായ ഡൈനിങ്ങും ഒക്കെയുണ്ട്. അത്യാവശ്യം ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. താമസിക്കാനായിട്ട് എടുത്ത വീടാണ്. കുറച്ച് മണർകാട് പോകേണ്ട ആവശ്യമുള്ള ആൾക്കാരെ ഈ വീട് 47 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നൊരു പെരയാണ്. ഇതൊരു ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ വർക്ക് ചെയ്ത് ബാത്റൂമിൻ്റെ പരിപാടി ചെയ്തിട്ടില്ല. വേണ്ടവർക്ക് ബാത്റൂമിൻ്റെ പണികൾ ചെയ്ത് തരാമെന്നാണ്. 2100 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഒരു വിഷൻ. മീനടം പാമ്പാടി പോകുന്ന റോഡിൻ്റെ വീട് സ്ഥിതി കബോർഡ്സിൽ നിന്നും ചോദിക്കുന്ന 90 ചോദിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഒരു 85 രൂപ കിട്ടുവാണെങ്കിൽ പുള്ളി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ബാക്കി ബാലൻസ് നിൽക്കുന്നൊരു സ്ഥലമാണ്. അതായത് മൊത്തം ഒരു 67 സ്ഥലത്തിൻ്റെ ബാക്കി ബാലൻസ്, അതായത് 15 സെൻറ്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ ഒരു ബാലൻസ് സ്ഥലമാണ് ഈ താഴത്തെ ഈ റബ്ബർ നിൽക്കുന്നത്. ഇത് പ്ലോട്ടുകളായിട്ട് സാർ കൊടുക്കാൻ റെഡിയാണ്. സെൻറ്റിന് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ നല്ല ഫ്രണ്ടേജോട് കിടക്കുന്നതാണ്. പറ്റാത്ത വെള്ളമുണ്ട്. ഒരേ മേനിക്ക് സമചിതരമായിട്ട് കിടക്കുന്ന വസ്തുവാണ്. സാറ് ഒരു മാസം കൂടി ഉള്ളൂ ഇവിടെ. അതിനിപ്പറം ഇത് കൊടുത്തിട്ട് പോകാനായിട്ടാണ് സാർ ഇത് നോക്കുന്നത്. 2 ലക്ഷം രൂപയ്ക്ക് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ കൊടുക്കും. മൊത്തത്തിലാണെങ്കിൽ കോട്ടയത്ത് നിന്ന് വരികയാണെങ്കിൽ ഒരു 15 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്ലോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. പാമ്പടിയിൽ നിന്ന് വരുവാണെങ്കിൽ കൃത്യം ഒരു 3.5 കിലോമീറ്റർ ചുറ്റളവിലാണ്. കറുകച്ചാലിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു 8 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ നല്ല വിശാലമായിട്ട് നല്ല റബ്ബർ ആദായം നോക്കി നടക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ഈ പ്രോപ്പർട്ടി ഏറ്റവും അനുയോജ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരേ മേനിക്ക് നിൽക്കുന്ന മരമാണ്. അധികം വെട്ടാകാത്ത മരമാണ്. ഒരുപാട് ജീവിക്കാൻ പറ്റുന്ന മിഷ്യൻ ഉൾപ്പെടെ കടവുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഒന്നിനും പോകേണ്ടത്. ഇപ്പോൾ മേലെ ഒരു 200 മീറ്റർ മറികസ് വരുന്ന വഴിയുണ്ട്. നേരിടുമ്പോൾ അപ്പാടി പോകുന്ന റോഡിൽ നിന്ന് അധികം ദൂരമില്ലാത്ത രീതിയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. സ്ഥലവും ഇതിനകത്ത് ഉൾപ്പെടെയുള്ള ഒരു വീടും കൂടെ ആണെങ്കിൽ പുള്ളിയെ 85 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്യാം. പിന്നെ ഈ പ്രോപ്പർട്ടി കാണാൻ താല്പര്യമുള്ളവരാണ് എൻ്റെ ഈ നമ്പർ കോൺടാക്ട് ചെയ്യുക. 97 44 59 68 14 62 82 10 56 23 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണ്. ഈ വസ്തു വന്ന് നമുക്ക് കാണാനാണ്. അത്യാവശ്യം നല്ല ഫ്രണ്ടേജോടുകൂടിയുള്ള. താങ്ക് യു. ഇത് ഒരു 43 സെൻറ്റ് സ്ഥലം വരും. വീട് കൂട്ടാതെ 43 സെൻറ്റ് സ്ഥലം. വീടിരിക്കുന്ന ഒരു 15 സെൻറ്റാണ്. നല്ല ഫ്രണ്ടേജോട് കിടക്കുന്നതാണ്. എവിടെ കുത്തിയാലും വെള്ളമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അത് ഓൾറെഡി കണ്ടറുണ്ടൊക്കെ ഉണ്ട്. വെള്ളം പറ്റത്തില്ല ആണ്.